ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആദ്യമായി ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു സംഭവമായിരിക്കാം. അത് കഴിഞ്ഞു പോയതായിരിക്കാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ട് അതൊരു റിലേഷൻഷിപ്പിൽ ഒരു തകർച്ച നേരിടുന്ന ഒരാളുകളുടെ എനർജിയാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ അതൊരു ഡൈവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധത്തിലൊരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന, റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിക്കുന്ന ഒരു എനർജിയാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, പ്രപഞ്ചം ഇങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അനാവശ്യമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റാനാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ടവർ മൊമെന്റിന് കാരണം നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓൾഡ് എനർജി, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിൽ പഴയത്, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ബന്ധങ്ങൾ, നല്ലതല്ലാത്ത ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വൈകാരികമായി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇത്. പഴയതെല്ലാം പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് പുതിയ നിർമ്മിതികൾ എപ്പോഴും ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. കപ്സിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു തകർച്ചയാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് മുൻപ്. അതിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായി, അതിനുള്ള ആക്ഷൻ എടുക്കേണ്ട സമയമായി. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സംഭവിച്ചതാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇനി അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയമായി. അപ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുക. എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്ക് 6 ഓഫ് സോൾസ് ആണ്. എസ്പെഷ്യലി ഇത് റിലേഷൻഷിപ്പിലുള്ളവർക്കുള്ള ഒരു മെസ്സേജാണ്. മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. കണ്ടില്ലേ, വളരെ ഒരു ടർബുലൻ്റ് ആയൊരു ഏരിയയിൽ നിന്ന് വളരെ കാമായിട്ടുള്ള ഒരു വെള്ളമാണ് ഇവിടെ. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്, ഇവിടെ വളരെ ശാന്തമാണ്. പ്രക്ഷുബ്ധമായൊരു സിറ്റുവേഷനിൽ നിന്ന് ശാന്തമായ സിറ്റുവേഷനിലേക്ക് വിട്ടെറിഞ്ഞ് പോവുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെയധികം വിഷമം, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത് തിരിച്ചറിയുക. അതനുസരിച്ച് പുതിയൊരു മേച്ചിൽപ്പുറം തേടി പുതിയൊരു ചക്രവാളത്തിലേക്ക് പോകേണ്ട സമയമായി. അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുക്കുക. അങ്ങനെ ചെയ്താൽ എന്താണ് ഔട്ട്കം എന്ന് നോക്കാം. നിങ്ങൾക്ക് വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, വളരെയധികം സമാധാനപരമായിട്ട്, സാമ്പത്തികമായി ഉയർച്ച നേടും, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്.